സർ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഈ ഭാഷാപരമായി ഒപ്പം തന്നെ ജാതിപരമായിട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടുകാർ അവരുടെ ഭാഷയെക്കുറിച്ച് വലിയ ഊറ്റം കൊള്ളുന്നവരാണ്. പക്ഷേ അവിടുത്തെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ ചില വിവാദങ്ങൾ ഈ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ EV രാമസ്വാമി നായ്ക്കറെ കുറിച്ചാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ കേട്ടത്. അദ്ദേഹം തമിഴ് ഭാഷയും ആളുകളെയും കുറിച്ചിടയ്ക്കൊക്കെ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ വാസ്തവം? ഈ ഭാഷയുടെ പേരിലുള്ള വികാരം ഇളക്കിവിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഒരു ശീലം തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് വളരെ വർഷം, അതായത് പതിറ്റാണ്ടുകൾക്കായിട്ട് മുമ്പേ തന്നെ അവരത് തുടങ്ങിയതാണ്. 1950 തൊട്ട് അതിന്റെ ഇര കോൺഗ്രസ്സായിരുന്നു. 1990 കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഏതാണ്ട് ഒരു പരുവത്തിലായി. ഇന്ന് കോൺഗ്രസിന് പ്രസക്തിയില്ല. അപ്പോൾ പിന്നെ BJPക്ക് നേരെ ദ്രാവിഡ പാർട്ടിക്കാർ ഇത് തിരിച്ചുവിട്ടു. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഇപ്പോൾ വെളിയിൽ വരുന്നത്, ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ തന്നെ തലതൊട്ടപ്പനായ തന്തൈ പെരിയോർ എന്ന് ബഹുമാനപൂർവം ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ സ്മരിക്കുന്ന സാക്ഷാൽ EV രാമസ്വാമി നായ്ക്കർ തമിഴിനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇത് പാർലമെന്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ EV രാമസ്വാമി നായ്ക്കരുടെ പേര് പറയാതെ ഈ മുഴുവൻ വിവരങ്ങളും പുറത്തുവിട്ടു. ഇതിനെ തമിഴ് പാർട്ടി, അതായത് കനിമൊഴി ഉൾപ്പെടെയുള്ള DMK MPമാർ ആരും നിഷേധിച്ചില്ല. ഇത് സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ അവരൊരു ന്യായീകരണം കണ്ടെത്തി. അതൊരു അച്ഛൻ മക്കളെ ശാസിക്കുന്ന പോലെയാണ് തന്തൈ പെരിയോർ തമിഴിനെ പറ്റി പറഞ്ഞതെന്നൊക്കെ ഒരു ന്യായീകരണം കണ്ടെത്തിയിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതിലെ വസ്തുതയിലേക്ക് നമുക്ക് വരാം. 1960കളുടെ ഒടുവിൽ EV രാമസ്വാമി നായ്ക്കർ വലിയൊരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം തമിഴിനെ വിശേഷിപ്പിച്ചത് കാട്ടുമിരണ്ടൈ ഭാഷയെന്നാണ്. കാട്ടുമിരണ്ടൈ ഭാഷ എന്ന് പറഞ്ഞാൽ ബാർബറിക് ലാംഗ്വേജ് എന്നാണ്. അപ്പോ അദ്ദേഹം പറയുന്നത് തമിഴ് വളരെ പ്രാകൃതമായ ഭാഷയാണെന്നും ആ പ്രാകൃതമായ ഭാഷയിൽ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ഒന്നും ഇല്ല എന്നുമൊക്കെയുള്ള ധ്വനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് EVR നടത്തിയത്. അത് EVR മാത്രമല്ല, ദ്രാവിഡ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ അവരവർക്ക് ആവശ്യമുള്ള സമയത്ത് ഭാഷയുടെ പേരിൽ വികാരം ഇളക്കി വിടും. അത് ലാംഗ്വേജ് ഷോവനിസം അവര് നടത്തും. പിന്നീട് അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവര് അതിനെക്കുറിച്ച് പിന്നെ മിണ്ടത്തുമില്ല. ഇപ്പം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് തമിഴ്നാട്ടിലെ എല്ലാ പ്രമുഖന്മാരുടെയും മക്കൾ ത്രിഭാഷാ പദ്ധതിയൊക്കെയുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അവർക്ക് എല്ലാ ഭാഷയും അറിയണം. പക്ഷെ സാധാരണക്കാരുടെ മക്കള് തമിഴ് പഠിച്ചാൽ മതി. ആ സാധാരണക്കാരുടെ മക്കളുടെ കാര്യം വരുമ്പോഴാണ് അവര് ഈ പറയുന്ന അവരുടെ തമിഴ് വികാരം അങ്ങനെ സടകുടഞ്ഞ് എഴുന്നേക്കുന്നത്. അതുവരെ അവർക്ക് തമിഴിനോട് വലിയ സ്നേഹം, സ്വന്തം മക്കൾ തമിഴ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. ഈ അടുത്ത കാലത്ത് മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ വൈറലായിരുന്നു. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട് BJP പ്രസിഡന്റ് അണ്ണാമലയാണ് അത് ആദ്യം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോഴത്തെ DMKയുടെ ജനറൽ സെക്രട്ടറി ആയ ദുരൈമുരുകൻ, അദ്ദേഹം മധുരയിൽ വെച്ചെന്തോ നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം തമിഴ് മാത്രം അറിയാവുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരെ അങ്ങനെ നിശ്ചിതമായി കളിയാക്കുകയാണ്. അദ്ദേഹം വളരെ സരസമായിട്ട് ഇത് അഭിനയിച്ച് കാണിക്കുന്നുള്ളൂ. തമിഴ് മാത്രം അറിയാവുന്ന തമിഴ്നാട് MPമാർ ലോക്സഭയിൽ പോയിട്ട് എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചിലര് മേൽക്കൂരയിലേക്കൊക്കെ നോക്കിയിരിക്കും, ചിലർ കെട്ടിടത്തിന്റെ ഭംഗിയെക്കുറിച്ച് സംസാരിക്കും, വേറെ ചിലർ AC ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയും, മറ്റു ചിലര് മഴ പെയ്തില്ല എന്ന് പറയും, പിന്നെ വേറൊരാൾ പറയും എനിക്ക് പെട്ടെന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയും, വേറെ ചിലർക്ക് പെട്ടെന്ന് വിശപ്പിന്റെ വിളി വരും, അവരിറങ്ങി വെളിയിൽ പോകും. ഇങ്ങനെ സ്വയം അപഹാസ്യരാകുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ തമിഴ്നാട്ടിൽ ഉണ്ടെന്നാണ് ദുരൈമുരുകൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷെ ഇതേ ദുരൈമുരുകൻ, അതായത് അദ്ദേഹം ശരിക്കും തൻ്റെ ആരെയോ ലക്ഷ്യം വെച്ചാണ് ഇത് പറഞ്ഞതെന്ന് വളരെ വ്യക്തം. പാർലമെന്റ് സീറ്റ് ആഗ്രഹിക്കുന്ന, ലോക്സഭാ സീറ്റ് ആഗ്രഹിച്ച അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് ആഗ്രഹിക്കുന്ന DMKയിലെ ചിലരെ ലക്ഷ്യം വെച്ചായിരിക്കണം ദുരൈമുരുകൻ ഇത് പറയുന്നത്. അവർക്ക് സ്ഥാനം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ സത്യസന്ധമായി സംസാരിച്ചു. ഇനി ഇതേ വ്യക്തി കുറച്ച് കഴിയുമ്പം വേറൊരു പ്രസംഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് തായ്മൊഴി, തന്തൈമൊഴി അങ്ങനെയൊക്കെ പറഞ്ഞ് തമിഴിനെ വലിയ പ്രകീർത്തിക്കും. ഇവരുടെ ഒന്നും വാക്കുകളിൽ ആത്മാർത്ഥത ലെവലേശമില്ല. ഇവരൊക്കെ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം
ഭാഷാസ്നേഹം അഭിനയിക്കുകയും അതേസമയം അത് രാഷ്ട്രീയമായിട്ട് തിരിച്ചുവിട്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുകയും ഇങ്ങനെ അതിനീചമായ പ്രവൃത്തിയാണ് തമിഴ്നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യുന്നത്. അവര് ഭാഷയുടെ പേരിൽ കലാപങ്ങൾ അഴിച്ചുവിടുന്നു. ചില സമയത്ത് അവര് ഹിന്ദിയെ മാത്രമല്ലല്ലോ, ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഷകളെയും ഇവർ അധിക്ഷേപിക്കാറുണ്ട്. ഇപ്പൊ മലയാളത്തെ പലപ്പോഴും എന്നോട് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ കന്യാകുമാരി ജില്ലയിലൊക്കെ ഉള്ളവർ പറയും, അവര് മലയാളത്തിനെ പറ്റി വളരെ പുച്ഛിച്ച് ക്ലാസ്സുകളിൽ വന്നിട്ട് അധ്യാപകർ സംസാരിക്കും. ഈ അധ്യാപകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയമാണ് അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഇതേ രീതിയിൽ മറ്റു ദക്ഷിണേന്ത്യൻ ഭാഷകളോടും അവര് അധിക്ഷേപം ചൊരിയാറുണ്ട്. അങ്ങനെ ചൊരിയുമ്പോഴാണ് പലപ്പോഴും കന്നഡ തമിഴ് സംഘർഷം ഉണ്ടാകുന്നത്. ഈ തമിഴ്നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിലെ ഒരു സത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവര് തമിഴന്മാരല്ല. ഇപ്പൊ കരുണാനിധിയുടെ കുടുംബം യഥാർത്ഥത്തിൽ അവർ കുടിയേറിയിരിക്കുന്നവരാണ്, അവർ ആന്ധ്രക്കാരാണ്. അതുപോലെ EV രാമസ്വാമി നായിക്കറെ പറ്റി ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അദ്ദേഹത്തിന്റെ കുടുംബം യഥാർത്ഥത്തിൽ കന്നഡികരായിരുന്നു. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിലനിൽക്കാനും തമിഴ് ജനതയുടെ ആദരവ് പിടിച്ചു പറ്റാനുമായി ഭാഷയെ ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പൊ തമിഴിനോട് സ്നേഹം ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ അവർക്ക് തമിഴ് ജനതയുടെ ഹൃദയത്തിൽ ഇടം നേടാൻ പറ്റൂ. അപ്പൊ ഈ പുതുതായിട്ട് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നാ പറയുന്നത്. പുതുതായിട്ട് കൺവേർട്ട് ചെയ്ത് വന്ന ആൾക്കാർ പലപ്പോഴും നിയോ കൺവേർട്സ് ആ ഒറിജിനൽ മതവിശ്വാസികളെക്കാൾ വലിയ തീവ്രത കാണിക്കും. ഇപ്പം പെട്ടെന്ന് ഇസ്ലാമിലോട്ടൊക്കെ മതം മാറി വരുന്നവര് വലിയ തീവ്രമായിട്ട് സംസാരിക്കും. പണ്ട് പെന്തക്കോസുകാരായിട്ട് മതം മാറുന്നവരായിരിക്കും പിന്നെ ബാക്കി മതങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്നത്. ഇതേ രീതിയിലാണ് ഇപ്പൊ തമിഴ്നാട്ടിലും രാഷ്ട്രീയം കാണുന്നത്. അതായത് ഈ മറ്റ് ഭാഷയുടെ സംസ്ഥാനങ്ങളിൽ കാര്യം നിന്ന് പറഞ്ഞപ്പോഴാണ് സാർ ഈ തമിഴ് സിനിമകളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ മലയാളികളായിട്ടുള്ളവരെ കാണിക്കുമ്പോൾ വളരെ വികലമായിട്ടാണ് ഈ മലയാളം ഉച്ചരിക്കുന്നത്. ഇടയ്ക്ക് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. പക്ഷെ നമ്മളൊരു തമിഴ്നാട്ടിലെ ഒരു കഥാപാത്രത്തെ അങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ വളരെ അവരുടെ ആ ഒരു സ്ലാങ്ങിൽ തന്നെയാണ് അവർ തമിഴ് സംസാരിക്കുന്നത്. പക്ഷെ തമിഴ് സിനിമകളിലെ മലയാളി കഥാപാത്രങ്ങൾ വളരെ വികലമായി മലയാളം ഉച്ചരിക്കുന്നു. അങ്ങനെ ഒരു ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല പല തമിഴ് സിനിമകളിലും വില്ലന്മാരായിട്ട് മലയാളം സംസാരിക്കുന്നവരെയാണ് വെക്കുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ ആൾക്കാർ നടന്മാരെ അതിനുവേണ്ടി റിക്രൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ നടന്മാർക്ക് കാശ് എണ്ണി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യും. അത് തമിഴിനോട് ഒരു വാക്ക് തിരിച്ചു ചോദിക്കാനുള്ള തൻ്റെ ഇടമുള്ള ഒരു മലയാള നടനോ കേരളത്തിലെ രാഷ്ട്രീയക്കാർ നമുക്കറിയാം. നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ പോലും ഇപ്പം തമിഴ്നാട്ടുകാർ പറയുന്ന അത് അവരാണ് തുടങ്ങിയതെന്നാണ്. EV രാമസ്വാമി നായിക്കർ ഇവിടെ കുറച്ച് ദിവസം വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് മലയാളികളും തന്നെ തുടങ്ങിയ ഒരു സാമൂഹിക നവോത്ഥാന നീക്കമായിരുന്നു. അതും തമിഴിന് അതിൻ്റെ പൈതൃകം നമുക്ക് നമ്മുടെ രാഷ്ട്രീയക്കാര് തമിഴിന് കൊടുത്തു. അത് കുറച്ച് പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പരിപാടിയാണ്. അവർക്ക് തമിഴ്നാട്ടിൽ നമുക്കറിയാം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചോറിങ്ങും കൂറങ്ങും എന്ന രീതിയിലാണ് ഒരുപാട് കേരളത്തിലെ രാഷ്ട്രീയക്കാരും അല്ലാത്ത സാമൂഹിക നേതാക്കന്മാരും ഒക്കെ പെരുമാറുന്നത്. ഇവർക്കൊക്കെ അവിടുന്ന് പലതും അനധികൃതമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് കേൾക്കുന്നത്. നമുക്കറിയാൻ വയ്യ അതിന്റെ വസ്തുത. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരം ആൾക്കാരുടെ പെരുമാറ്റത്തിൽ. അല്ല, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇന്നലെ അണ്ണാമല മറ്റൊരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പൊ തമിഴ്നാട്ടിൽ വീണ്ടും റെയിൽവേ സ്റ്റേഷനുകളിലെ മറ്റു ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ച് അതെല്ലാം നീക്കം ചെയ്യുക എന്ന ഒരു പരിപാടി തുടങ്ങി, പ്രത്യേകിച്ച് ഹിന്ദി. അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 3 ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് സ്ഥലനാമം. അതായത് തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇങ്ങനെ 3 ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന DMK നേതാവിന് ഈ ഇംഗ്ലീഷ് ലിപിയും ഹിന്ദി ലിപിയും തമ്മിൽ തിരിച്ചറിയാൻ വയ്യ. ഇതിലേതാണ് ഇംഗ്ലീഷ്, ഇതിലേതാണ് ഹിന്ദി എന്ന് അറിയാതെ ഈ ഇതികർത്തവ്യത മൂടനായിട്ട് അയാൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇദ്ദേഹം വിചാരിച്ചത് ഈ തമിഴ് കഴിഞ്ഞാൽ നേരെ താഴെ വീഴുന്ന ഹിന്ദി ആയിരിക്കും എന്ന് വിചാരിച്ച് രണ്ടാമത് എഴുതിയിരുന്ന അത് അദ്ദേഹം കരിയോയിൽ ഒഴിച്ച് അദ്ദേഹം കറപ്പിച്ചു. ഇത് പോയതിനു ശേഷമാണ് അദ്ദേഹം അറിയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം കരിയോയിൽ ഒഴിച്ചത് ഹിന്ദി ലിപിയുടെ മുകളിൽ, അതായത് ദേവനാഗരി ലിപിയുടെ മുകളിലല്ല, അത് റോമൻ ലെറ്റർ ഇംഗ്ലീഷിന്റെ മുകളിലാണ് എന്നുള്ള അദ്ദേഹം അറിയുന്നത്. അത് വലിയ നാണക്കേടായി. അപ്പോഴത്തേക്ക് ഇതിന്റെ പടങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വരികയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമായി. DMK തൽക്കാലം മോഹൻ രക്ഷിച്ച് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ഇത്തരം ഒരുപാട് ഹാസ്യരംഗങ്ങളാണ്. വടിവേലും ഒക്കെ തമിഴ് സിനിമയിൽ ഇനി ഒന്നുമല്ല. കാരണം ഇതുപോലെ DMK നേതാക്കന്മാർ നിരവധി
ഹാസ്യ പ്രകടനങ്ങളുമായിട്ട് നാട് നീളെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു ഭാഷയും അറിയാൻ വയ്യ, മറ്റൊന്നിനെ കുറിച്ച് അറിയാൻ വയ്യ. അണ്ണാമലൈ പറയുന്നത് ഇവര് സ്വന്തം ഗ്രാമം വിട്ട് വെളിയിലോട്ട് പോലും പോകാത്ത ആൾക്കാരാണ്. ഈ പല നേതാക്കന്മാരും അവരുടെ സ്വന്തം പ്രദേശത്തു നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ തമിഴ് ജനതയ്ക്ക് തന്നെ അപമാനമാണ്. തമിഴ് ജനത ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഡയസ്പോറയാണ്. നമുക്കറിയാം, നമ്മൾ മലേഷ്യയിൽ ചെന്നാലും സിംഗപ്പൂരിൽ ചെന്നാലും ശ്രീലങ്കയിൽ ചെന്നാലും അവിടെയൊക്കെ ജനസംഖ്യയുടെ ഒരു നിർണായക ശതമാനം എത്തി നിൽക്കുന്ന ഒരു സമൂഹമാണ് തമിഴന്മാര്. അത് കാനഡയിലോ സ്വിറ്റ്സർലൻഡിലോ, ഇപ്പൊ കാനഡയില് എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം ശ്രീലങ്കൻ തമിഴരുണ്ട്. അത് അവിടെ ശ്രീലങ്കയിലുള്ള വംശീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുന്ന് കുടിയേറിയവരാണ്. ടോറന്റോ പോലുള്ള നഗരങ്ങളിൽ ഒരു നിർണായക സ്വാധീനമുള്ളവരാണ് തമിഴന്മാര്. പക്ഷെ അതിന് പുറത്തുള്ള തമിഴന്മാരാരും ഇത്തരം വൈകൃതങ്ങൾ പ്രകടിപ്പിക്കാറില്ല. അപ്പൊ അത് ജനതയുടെ കുഴപ്പമല്ല. ഇത് കുഴപ്പം ഈ ജനതയുടെ പേരിൽ മുതലെടുക്കുന്ന തമിഴ് രാഷ്ട്രീയക്കാരാണ്. ഇത്തരം നഗ്നമായ മുതലെടുപ്പുകൾ DMK വീണ്ടും അത് തുടരുകയാണ്. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വെളിയിൽ വരുത്തില്ലായിരുന്നു. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളെ പലപ്പോഴും പേടിപ്പിച്ചൊക്കെ DMK കൂടെ നിർത്തുമായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല. പിന്നെ നമുക്കറിയാം, ഇപ്പോഴും സൺ നെറ്റ്വർക്ക് ഒക്കെ എന്ന് പറയുന്നത് DMK കുടുംബത്തിൻ്റെയാണ്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇത് അത്ര എളുപ്പമല്ല. അത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരട്ടത്താപ്പുകൾ പലപ്പോഴും പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. അവർ പലരും നിലനിൽക്കുന്നത് തന്നെ ഈ ഇരട്ടത്താപ്പിലാണ്. അപ്പം നമ്മൾ പറഞ്ഞത് തന്തൈ പെരിയോർ അതൊരു തുടക്കമായിരുന്നു. അത് ഇപ്പോഴവർക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം അത് പറഞ്ഞതിന്റെ വ്യക്തമായ വീഡിയോ വരെ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എവിടുന്നൊക്കെയോ ആൾക്കാർ ചികഞ്ഞെടുത്ത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ X പ്ലാറ്റ്ഫോമിലൊക്കെ ആ വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പൊ ഇനിയും അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ പറയും അച്ഛന്മാര് മക്കളെ തല്ലത്തില്ലേ. അപ്പം ഇദ്ദേഹം എന്തായാലും തന്തയാണല്ലോ. അപ്പൊ തന്ത മക്കളെ തല്ലിയതാണ്. തന്ത എന്നുള്ള വാക്ക് ഒരുപക്ഷെ മലയാളത്തിൽ ഇപ്പോൾ അത്ര നല്ല അർത്ഥത്തിലല്ല. പഴയകാലത്ത് അതിന് അച്ഛൻ എന്നുള്ള അർത്ഥമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോ ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ അതെന്തോ ഒരു കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു അബ്യൂസീവായിട്ടോ ഒക്കെയാണ് കാണുന്നത്. പക്ഷെ തമിഴിൽ അത് അച്ഛൻ എന്നുള്ള ഒരു വാക്കാണ്. ചുരുക്കി പറഞ്ഞാല് ഇത്തരം കാപട്യങ്ങൾ ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നു. അത് ഇനി അധിക നാൾ ഇത് തോന്നുന്നില്ല. എന്തായാലും ത്രിഭാഷാ പദ്ധതിക്കെതിരെ പോരാടാനിറങ്ങിയ DMK 1960കളിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം പോലെ നേട്ടം കൊയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം തമിഴ്നാട്ടിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.